നിന്റെ ശത്രു എത്ര വലിയ ശക്തനാണെങ്കിലും, എത്ര വലിയ സമ്പന്നനാണെങ്കിലും, എത്ര വലിയ സ്വാധീനമുള്ള ആളാണെങ്കിലും നിന്റെ ശത്രുവിന് നിന്നെ തൊടാൻ കഴിയില്ല. ഈ ഒരു അമല് ചെയ്താൽ നിന്റെ ശത്രുവിന് നിന്റെ രോമത്തിൽ തൊടാൻ കഴിയൂല. അത്രയും വലിയ പവർഫുള്ളായിട്ടുള്ള അമൽ. നിന്റെ ശത്രു നിന്നോടുള്ള ശത്രുത വിട്ട് ഐക്യത്തിലാകും. ഈ പറയുന്ന കാര്യങ്ങൾ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു അമല്. ഇത് ധാരാളം ആളുകൾ ചെയ്തിട്ട് വലിയ റിസൾട്ട് കിട്ടിയ, അവർക്ക് വലിയ ഉത്തരം കിട്ടിയ അത്ഭുതകരമായിട്ടുള്ള അമലാണ്. ഏതാണ് ഈ ഒരു അമല്? ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു അമലിനെ പറ്റിയാണ്. ശത്രുക്കളുടെ ശത്രുത ഇല്ലാതെയാവാൻ. അത് ഏത് കൊടികുത്തിയ ശത്രുവാണെങ്കിലും, ഏത് സമ്പന്നനായിട്ടുള്ള ശത്രുവാണെങ്കിലും, വലിയ സ്വാധീനമുള്ള ശത്രുവാണെങ്കിലും, അവന്റെ എല്ലാ ശത്രുതയിൽ നിന്നും വലിയ കാവലുണ്ടാകുന്ന അത്ഭുതകരമായിട്ടുള്ള അമല്. പിന്നീട് ഒരിക്കലും അവനക്ക് നിന്നോട് ശത്രുത ഉണ്ടാവൂല. ധാരാളം ആളുകൾ ഇത്തരം പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, സങ്കടം പറഞ്ഞുകൊണ്ട് നമ്മെ സമീപിക്കാറുണ്ട്. തങ്ങളെ, എൻ്റെ അയൽവാസിക്ക് എന്നോട് ശത്രുതയാണ്, അല്ലെങ്കിൽ നാത്തൂൻ എന്നോട് ശത്രുതയാണ്, അല്ലെങ്കിൽ ഇളയച്ചിക്ക് എന്നോട് ശത്രുതയാണ്, ഭർത്താവിന് എന്നോട് ശത്രുതയാണ്, എന്നെ ആർക്കും കണ്ടൂടാ, എന്നോട് എല്ലാവർക്കും ശത്രുതയാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്നാലിനൊരു ശത്രുണ്ട്, അവനെ കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയാം, ഒരു നിലക്കും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, സിഹർ പോലുള്ള പ്രയാസങ്ങൾ ചെയ്തു വെച്ചുകൊണ്ട് ഞങ്ങളെ നശിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ കൊച്ചു ജീവിതത്തിലേക്ക് അവർ കടന്നാക്രമിക്കുകയാണ്, അവർ വലിയ പ്രയാസങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മാരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ അതുകൊണ്ട് വലിയ പ്രതിസന്ധിയിലാണ്, വലിയ ബുദ്ധിമുട്ടിലാണ്, ജീവിതം പോലും മടുത്തുപോയവർ, ശത്രുശല്യം മൂലം ജീവിതം പോലും തകർന്നവരുണ്ട്, മടുത്തവരുണ്ട്, സങ്കടങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സമീപിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ, വീട്ടിലിരുന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ചെയ്യാൻ പറ്റിയ അത്ഭുതകരമായിട്ടുള്ള അമലാണ്. ഈ പറയുന്ന കാര്യങ്ങൾ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ, എല്ലാവരുടെ വീട്ടിലുള്ളതാണ്, അതുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് ആ ശത്രുത പരിപൂർണമായി ഇല്ലാതാക്കാം. ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ധാരാളം ആളുകൾക്ക് റിസൾട്ട് ലഭിച്ചതാണ്. തങ്ങളെ ശത്രുത ഇല്ലാതെയായി. ഇപ്പൊ ഞങ്ങളോട് അവര് ശത്രുത വെക്കാറില്ല. ഇപ്പൊ ഞങ്ങൾ വലിയ ഐക്യത്തിലാണ്. ചില ആളുകൾ പറയാറുള്ളത്, ഞങ്ങൾക്ക് ശത്രുത ഒന്നുമില്ല, അവരെ കൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല, ഞങ്ങളെ വൈക്ക്, അവരെ വൈക്ക്. ഇത്ര ആളുകളാണ് സന്തോഷം അറിയിക്കുന്നത്. അതുകൊണ്ട് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും നമ്മളിവിടെ ഇരിക്കാറുണ്ട്, വീട്ടിലിരിക്കാറുണ്ട് കൺസൾട്ടിങ്ങിന് വേണ്ടി. അപ്പൊ സന്തോഷ വാർത്ത അറിയിക്കുന്നവർ പറയുന്നതാണ്. ഇത് ഈ അമല് പറഞ്ഞു കൊടുക്കുകയും അവരത് ചെയ്യുകയും അവരുടെ ജീവിതത്തിൽ വലിയ എഫക്റ്റീവ് ആവുകയും അവർക്ക് വലിയ ഉത്തരം കിട്ടുകയും കാണുന്ന സമയത്ത്, അവര് അതിന്റെ സന്തോഷ വാർത്തകൾ അറിയിക്കുന്ന സമയത്ത്, നമ്മുടെ മജ്‌ലിസിലും ഇത്തരം പ്രയാസങ്ങളിൽ, ഇത്തരം പ്രതിസന്ധികൾ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്ക് ഉപകാരമായിക്കോട്ടെ, അവരൊന്ന് ചെയ്തു നോക്കട്ടെ. ആ ശത്രുത ഇല്ലാതെയായിട്ട് ഐക്യത്തിലാവണം. ഒരാളും ശത്രുവിന് വേണ്ടി ദുആ ചെയ്യരുത്. ശത്രു നശിക്കാനും അവനെ ഇല്ലാതെയാവാനും വേണ്ടി ആരും ദുആ ചെയ്യരുത്. നമ്മൾ എപ്പോഴുമുള്ള ദുആ, ഈ ഒരു അമല് ചെയ്യുമ്പോഴും നമുക്കുള്ള ദുആ എന്താണ്? നമ്മളെ മനസ്സിൽ നമ്മൾ കരുതേണ്ടത്, ആരും എന്ത് ചെയ്യരുത്, ഈ ഒരു അമലിനെ മിസ്യൂസ് ചെയ്യരുത്, തെറ്റായ രൂപത്തിലേക്ക് ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ആരും ചെയ്യരുത്. കാരണം ഏത് ശത്രുവാണെങ്കിൽ നമുക്ക് മനസ്സിൽ ശത്രു ഉണ്ടാവും. അവനെ വിചാരിച്ചുകൊണ്ട് അവൻ നശിക്കണമെന്ന് വിചാരിച്ച് ആരും ചെയ്യരുത് കേട്ടോ, ആരും ചെയ്യരുത്. എല്ലാവരും റാഹത്തായിട്ട്
ആ ശത്രുത ഇല്ലാതാവണം. അവനക്ക് നല്ല മനസ്സിനെ വിട്ടുകൊടുക്കണം. ഇൻഷാ അല്ലാഹ്. കൂടുതലൊന്നും പറയുന്നില്ല, വലിച്ചു നീട്ടി കാര്യങ്ങൾ പറയുന്നില്ല. ഇൻഷാ നമുക്ക് ഉടനെ ഏതാണ് ഈ ഒരു അമല്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അല്ലേ? നമ്മളെ മനസ്സിൽ നമ്മളെ പ്രയാസപ്പെടുത്തുന്ന ഒരു ശത്രു നമ്മളെ മനസ്സിലുണ്ടാകും അല്ലേ? അത് ആരായിക്കോട്ടെ, ആരാണോ ഒന്നും ഞാൻ പറയുന്നില്ല, ആരായിക്കോട്ടെ അവനക്കൊരു ഇണക്കുണ്ടാവണം. അല്ലെങ്കിൽ അവന്റെ ശത്രുത ഇല്ലാതായിട്ട് അവന്റെ വഴിക്ക് നമ്മളെ വഴിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഷാ അല്ലാഹ് അങ്ങനെയാവണം. എല്ലാവരും ആഗ്രഹിക്കുന്നതല്ലേ? ഇൻഷാ നമുക്ക് പറയാം. ഇൻഷാ അല്ലാഹ് ഈ ഒരു അമല് പറയുന്നതിന് മുമ്പ് നമ്മളെ പോയി മജ്‌ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മുമായി ബന്ധപ്പെടുന്നവർ. തങ്ങൾ ഇത്തരം പ്രയാസങ്ങളുണ്ട്, തങ്ങൾ പറയുന്ന ഇത്തരം സിഹർ സംബന്ധമായിട്ട്, പൈശാചിക സംബന്ധമായിട്ട്, ഇതിലും ഭൂമിയിലുമുള്ള പ്രയാസത്തിൽ ധാരാളം വർഷക്കാലമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. വലിയ പ്രയാസത്തിലാണ്, വലിയ ബുദ്ധിമുട്ടിലാണ്. പല ഭാഗങ്ങൾ പോയി നമുക്ക് ഉത്തരം കിട്ടിയിട്ടില്ല, അതിനുള്ള നേട്ടങ്ങളും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടത്തോടെ വിളിക്കുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചെറിഞ്ഞു വരാൻ ആഗ്രഹിക്കുന്നവർ ഇൻഷാ അല്ലാഹ് മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചെറിഞ്ഞു വരിക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ സകലമായ പ്രയാസങ്ങളും ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും, ഇത്തരം ബുദ്ധിമുട്ടുകൾ അല്ലാഹുവിനെ തീർത്ത് നൽകണം അല്ലാഹ്. ജീവിതത്തിൽ മനസ്സമാധാനം നൽകണം അല്ലാഹ്. ഐക്യം നൽകണം അല്ലാഹ്. എല്ലാ ശത്രുക്കൾക്കും അല്ലാഹുവേ നല്ല ബുദ്ധിയെ ഇട്ടുകൊടുക്കണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഏതാണ് ഈ ഒരു അമൽ ഞാൻ പറയുന്നത് ആദ്യം അവ്വൽ മുതൽ ആഖിർ വരെ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാം. ഇതുപോലെയാണ് ചെയ്യേണ്ടത്. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളാണ്, വീട്ടിൽ നമുക്ക് കിട്ടാൻ കഴിയുന്ന സാധനങ്ങളാണ്. ഒരു ചെറിയൊരു പാത്രം എടുക്കുക, ജഗ് എടുക്കണ്ട, അതിനേക്കാളും ചെറിയൊരു പാത്രം. നമ്മളിങ്ങനെ പിടുത്തുള്ള ചെറിയൊരു പാത്രം ഉണ്ടാവുമല്ലോ അല്ലേ? വീട്ടിലൊക്കെ ചെറിയൊരു പാത്രം, പറ്റ ചെറുതല്ല, എന്നാ ഗ്ലാസ്സും അല്ല, എന്നാ ജഗ്ഗും അല്ല, അതിന്റെ ഇടയിലുള്ള ഒരു പാത്രം ഉണ്ടല്ലോ, ഒരു പിടുത്തൊക്കെ ഉള്ള. അങ്ങനെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് പനനീര് ഒഴിക്കുക. കുറച്ച് വലിയൊരു പനനീരിന്റെ കുപ്പി വാങ്ങിയിട്ട് പനനീര് പരിപൂർണമായിട്ട് ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് കല്ലുപ്പ്, വീട്ടിലുള്ള കല്ലുപ്പ്, പൊടിയപ്പല്ല, കല്ലുപ്പിടുക. ഈ പനനീരിലേക്ക് കല്ലുപ്പിടുക. പിന്നീട് അതിലേക്ക് കുങ്കുമത്തിന്റെ പൗഡർ, കുങ്കുമത്തിന്റെ പൗഡർ വാങ്ങാൻ കിട്ടും, അതിട്ട് മിക്സ് ആക്കിയതിന് ശേഷം രാത്രിയാണ് ചെയ്യേണ്ടത്, ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ ആയിട്ട്. എന്നിട്ട് അവിടെ വെക്കുക. പിറ്റേ ദിവസം രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ആ ഒരു പാനി എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 7 പ്രാവശ്യം ആയത്തുൽ കുർസിയെ പാരായണം ചെയ്യുക. ഓരോ പ്രാവശ്യം ഓതിയതിന് ശേഷം ഈ ഒരു പാനീയത്തിലേക്ക് നമ്മളെ ശത്രു, നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു ശത്രു അല്ലെ, വെറുതെ ഒരു ശത്രു അല്ല, നമ്മളെ നിരന്തരം ഉപദ്രവിക്കുകയാണ്. സിഹർ പോലുള്ള, കൂടോത്രം പോലുള്ള മൂർത്തികളെ വിട്ടുകൊണ്ട് നമ്മളെ കുടുംബത്തെയും നമ്മളെയും നശിപ്പിക്കുകയാണ്. അത് കാരണം നമ്മളെ മക്കളെ ജോലി പോയി, വലിയ പ്രയാസത്തിലായി, ഭർത്താവിന്റെ ജോലി പോയി, നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള നിലക്ക് തെറ്റി, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായി. ഈ ഒരു ഉപദ്രവം കാരണം, ഈ ഒരു സിഹർ കാരണം, അല്ലെങ്കിൽ ഈ ഒരു മൂർത്തികളുടെ പ്രയാസം കാരണം നമ്മൾ വലിയ ബുദ്ധിമുട്ടിലാണ്. ഇങ്ങനെയുള്ളൊരു ശത്രു ഉണ്ടാവും നമുക്ക്. നമ്മുടെ ശത്രുത വെച്ചുകൊണ്ട് നമ്മളെങ്ങനെ നിരന്തരം ഉപദ്രവിക്കുന്ന, അതെത്ര വലിയ സ്വാധീനമുള്ള ശത്രുവാണെങ്കിലും, എത്ര വലിയ ശക്തനായിട്ടുള്ള ശത്രുവാണെങ്കിലും, എത്ര വലിയ സമ്പന്നനായിട്ടുള്ള ശത്രുവാണെങ്കിലും അവന്റെ ശത്രുത ഇല്ലാതാവും. പിന്നീട് നമുക്ക് ശത്രുത ചെയ്യാനും നമ്മളെ ഉപദ്രവിക്കാനുമുള്ള മനസ്സ് അവനക്കുണ്ടാവൂല. ഇങ്ങനെ ഈ ഒരു അമല് ചെയ്താൽ
ഈ ഒരു അമല് ചെയ്താൽ 7 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതി ഓരോ പ്രാവശ്യം ആ ഒരു ശത്രുവിനെ മനസ്സിൽ കണ്ടുകൊണ്ട്, അത് നമ്മുടെ ആരാവാം, ജട്ടനാവാം, അനിയനാവാം, അല്ലെങ്കിൽ അമ്മായിമയാവാം, നാത്തൂനാവാം, ഇളയച്ചിയാവാം, മൂത്തച്ചിയാവാം, അയൽവാസിയാവാം, ആരുമായിക്കോട്ടെ, നാട്ടുകാരായിക്കോട്ടെ, ആരായിക്കോട്ടെ, ആ ഒരു ശത്രുവിനെ നമ്മളെ മനസ്സിലുണ്ടല്ലോ, അവൻ നശിക്കാൻ വേണ്ടിയല്ല കേട്ടോ, നശിക്കാൻ വേണ്ടി ആരും ചെയ്യരുത്. എപ്പോഴും നമ്മളെ പ്രാർത്ഥന എന്താണ്? ശത്രുവിന് നല്ല മനസ്സിനെ ഇട്ട് കൊടുക്കണം. അവന്റെ ശത്രുത അല്ലാഹുവേ മാറ്റി കൊടുക്കണം, ഐക്യത്തിലാക്കണം. എപ്പോഴും നമുക്ക് വേണ്ട ദുആ അതാണ്. ഇൻഷാ അല്ലാഹ് മനസ്സിലുള്ള ആ ശത്രുവിനെ മനസ്സിൽ കരുതിക്കൊണ്ട് 7 പ്രാവശ്യം ആയത്തുൽ കുർസിയെ പാരായണം ചെയ്ത് ഓരോരോ പ്രാവശ്യം ഓതിയതിനു ശേഷം ഈ ഒരു പാനീയത്തിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം മന്ത്രിക്കുക. പിന്നീട് 85-ാമത്തെ അധ്യായം, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ 85-ാമത്തെ അധ്യായം, ഏതാണ് അധ്യായം? സൂറത്തുൽ ബുറൂജ്. അത് പരിപൂർണമായി ഓതിയതിന് ശേഷം ഈ ഒരു പാനീയത്തിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട്, നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു പാനീയത്തിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട്, തലേ ദിവസം നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ പാനീയത്തിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് സൂറത്തുൽ ബുറൂജ് പരിപൂർണമായി പാരായണം ചെയ്ത് ഈ ഒരു പാനീയത്തിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിക്കുക. പിന്നീട് 1000 പ്രാവശ്യം യാ മുദില്ലു യാ അല്ലാഹ്, ഈ ഒരു പാനീയത്തിന് മുന്നിലിരുന്നു കൊണ്ട് യാ മുദില്ലു യാ അല്ലാഹ് 1000 പ്രാവശ്യം 1000 പ്രാവശ്യം ചൊല്ലി. വേഗം കഴിയും. എന്നിട്ട് ഇഷ്ഫി എന്ന് വന്നിരിക്കുക. ഒറ്റ ദിവസം ചെയ്താൽ മതി, എന്നും ചെയ്യാനുള്ളതല്ല, ഒറ്റ ദിവസം ചെയ്താൽ മതി. പിന്നീട് ഈ ഒരു ദുആഇനെ കൊണ്ടുവരാം. അല്ലാഹുമ്മ ഇന്നാ നജ്അലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം എന്ന ഈ ഒരു ദുആ, എന്ന ഈ ഒരു പ്രാർത്ഥനയെ കൊണ്ടുവന്നതിന് ശേഷം അവസാനമായിട്ടൊരു 3 പ്രാവശ്യം ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാനീയത്തിൽ മന്ത്രിച്ച് ഈ ഒരു പാനീയം നമ്മളെ എവിടേക്കെങ്കിലും ഏതെങ്കിലും തൊടുവിലേക്ക് ഒഴിക്കുക, ചിന്ത അല്ലേ, ഒഴിക്കുക. പുഴയിലൊഴിക്കല്ല, തൊടുവില്, ശത്രുവിന്റെ തൊടുവിലല്ല കേട്ടോ, ശത്രുവിന്റെ ഭൂമിയിലല്ല. അങ്ങനെ അപകടങ്ങൾ ഉണ്ടാക്കണ്ട. ശത്രുവിന്റെ തൊടിയിലോ ശത്രുവിന്റെ ഭൂമിയിലോ അവിടെ എല്ലാം ഒഴിക്കണം. നമ്മൾ ഏതെങ്കിലും പറമ്പിൽ ഒഴിക്കുക, ഏതെങ്കിലും തെങ്ങിന്റെയോ അല്ലെങ്കിൽ പൂളയില്ലേ, കപ്പ, നമ്മുടെ നാട്ടിലേക്ക് പൂളാന്ന് പറയാം, കപ്പ, അല്ലെങ്കിൽ കപ്പ ഉണ്ടെങ്കിൽ കപ്പയുടെ ചോട്ടിൽ ഒഴിക്കുക, അതാണ് ഏറ്റവും ഉത്തമം. അത് ഒഴിച്ചു കഴിഞ്ഞാൽ, അത് ചിന്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നോക്കി, ആ ശത്രു പിന്നീട് നിന്നെ ഒരിക്കലും ഉപദ്രവിക്കാനുള്ള മനസ്സുണ്ടാവൂല. ഉപദ്രവിച്ചാൽ തന്നെ ആ ഉപദ്രവം നമുക്ക് കേൾക്കൂല. സിഹ്ർ പോലുള്ള ഉപദ്രവമാണെങ്കിൽ അത് കേൾക്കൂല. അല്ലെങ്കിൽ മൂർത്തിയെ വിട്ട് ഉപദ്രവിക്കലാണെങ്കിൽ ആ മൂർത്തിയുടെ ഉപദ്രവം നമ്മൾ കേൾക്കൂല. അങ്ങനെ ഒരു പ്രയാസം നമുക്ക് കേൾക്കൂല, ഒരു ബുദ്ധിമുട്ടും അവനിൽ നിന്നുള്ള ഒരു ബുദ്ധിമുട്ട് കേൾക്കൂല. ശത്രുവിൽ നിന്നുള്ള എല്ലാ ശത്രുത ഇല്ലാതാവും. എത്രയോ ആളുകളാണ് സങ്കടം പറയുന്നത്, തങ്ങളെ വലിയ ബുദ്ധിമുട്ടാണ്, വലിയ പ്രയാസമാണ്, ഞങ്ങളെ മക്കളും ജീവിക്കാൻ സമ്മതിക്കണില്ല, അങ്ങനെ പറഞ്ഞ് സങ്കടം പറയുന്നവർ ഇൻഷാ അല്ലാഹ് ഈ ഒരു അമൽ പരിപൂർണമായിട്ട് ചെയ്താൽ ആ ശത്രുവിന്റെ ശത്രുത ഇല്ലാതെയാകുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇത് ചെയ്യാം. ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ഇത്രയും പ്രയാസം അനുഭവിക്കുന്നവർ എല്ലാവരും ഇൻഷാ അല്ലാഹ് വീട്ടിലിരുന്ന് 2 ദിവസം മതിയില്ലേ, 2 ദിവസം മതി, തലേന്ന് ചെയ്യാം, പിറ്റേ ദിവസം ഇത് ഓതി മന്ത്രിച്ച് ഇൻഷാ അല്ലാഹ് ഈ പറയും പോലെ ഒഴിക്കുക, ഈ പറയും പോലെ കളയ തെങ്ങിന്റെ ചോട്ടിലോ അല്ലെങ്കിൽ കപ്പയുടെ ചോട്ടിലേക്ക് ഒഴിക്കുക. ഇൻഷാ അല്ലാഹ് ശത്രു ഇല്ലാതെയാകും, ശത്രുവിന്റെ ശത്രുത ഇല്ലാതെയാകുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുക. ചെയ്യാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ, അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം ഉണർത്താനുള്ളത്, നമ്മളെ 5:45 സയ്യിദിയ മജ്ലിസ് ഈ ചാനലിൽ തന്നെയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.